ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇഗ്നോ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവാം ഏതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന്. അപ്പോൾ ഇഗ്നോ എക്സാം എഴുതാൻ പോകുന്ന പല കുട്ടികൾക്കുമുള്ള ഡൗട്ടാണ്, നമ്മൾ എവിടെ ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സെൻറ്ററിൽ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്. അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ കൊടുത്തിട്ടുള്ള റീജിയണൽ സെൻറ്ററോ അല്ലെങ്കിൽ സ്റ്റഡി സെൻറ്ററോ അല്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് ഇഗ്നോ എക്സാം എഴുതാൻ പറ്റുമോ? അതല്ല, നമ്മൾ കൊടുത്തിട്ടുള്ള റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റഡി സെൻറ്റേഴ്സിൽ മാത്രമാണോ നമുക്ക് എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് വടകര റീജിയണൽ സെൻറ്ററിലാണ്. പക്ഷേ എനിക്ക് ജോലി സംബന്ധമായിട്ട് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആകേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഈ ഒരു ഇഗ്നോ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡൗട്ടിനുള്ള ആൻസർ എന്ന് പറയുന്നത് യെസ് ആണ്. നിങ്ങൾ ഏത് സ്റ്റഡി സെൻറ്ററോ അല്ലെങ്കിൽ ഏത് റീജിയണൽ സെൻറ്ററോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് സെൻറ്ററായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ വടകര റീജിയണൽ സെൻറ്ററിലാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ പോലും നിങ്ങൾക്ക് ബാംഗ്ലൂരിലെ അവിടുത്തെ വാക്കൻസി, അവിടുത്തെ ഇഗ്നോ സ്റ്റഡി സെൻറ്റർ ഏതാണ്, റീജിയണൽ സെൻറ്റർ ഏതാണ് എന്ന് അന്വേഷിച്ച് ആ ഒരു റീജിയണൽ സെൻറ്ററിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി സെൻറ്റേഴ്സ് നിങ്ങൾക്ക് വരും. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എക്സാം എഴുതുവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇഗ്നോയുടെ എക്സാമിൻ്റെ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വരും. അവിടെ നമുക്ക് നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ, പ്രോഗ്രാം കോഡ്, അതുപോലെ തന്നെ സെലക്ട് എക്സാമിനേഷൻ സെൻറ്റർ റീജിയൻ എന്ന് വന്നിട്ടുണ്ടാകും. അവിടെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഇന്ത്യയിലുള്ള എല്ലാ ഇഗ്നോ റീജിയണൽ സെൻറ്റേഴ്സിൻ്റെയും പേരുണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് വേണ്ടത് എവിടെയാണോ, വടകര വേണമെങ്കിൽ വടകര സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പുറത്ത് ചെന്നൈ പോലെയുള്ള സ്ഥലങ്ങളിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രീനഗറിൽ വേണമെങ്കിൽ, വാരണാസിയിൽ വേണമെങ്കിൽ, അങ്ങനെ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് എക്സാം എഴുതേണ്ടത് ആ ഒരു റീജിയണൽ സെൻറ്റർ, അവിടെയുള്ള റീജിയണൽ സെൻറ്ററാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്യാപ്ചയും കൂടെ അടിച്ച് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ എക്സാമിനേഷൻ ഫുൾ ഫോമായിട്ട് വരും. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഏത് സെൻറ്റേഴ്സ്, എക്സാം സെൻറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും എക്സാമിനേഷൻ റീജിയണൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിലുള്ള ആ എക്സാം റീജിയണൽ സെൻറ്ററിലുള്ള സ്റ്റഡി സെൻറ്റേഴ്സ് അല്ലെങ്കിൽ എക്സാം സെൻറ്റേഴ്സ് നമുക്ക് വരും. അതിൽ നിന്ന് നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാം സെൻറ്റർ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു റീജിയണൽ സെൻറ്ററിൻ്റെ, എക്സാം റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിലുള്ള എക്സാമിനേഷൻ സെൻറ്ററിൽ മാത്രമേ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതും ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവിടെയുള്ള നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള റീജിയണൽ സെൻറ്റർ ഏതാണ് എന്ന് ആദ്യം തന്നെ അറിയുക. അതിനുശേഷം അതിൻ്റെ അണ്ടറിൽ വരുന്ന നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള കോളേജുകൾ അല്ലെങ്കിൽ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്റേഴ്സ് ഏതൊക്കെയാണോ എന്നറിയുക. അതിനുശേഷം അവിടുത്തെ അവൈലബിലിറ്റി നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ താങ്ക് യു.